ഗീതാ ഗോവിന്ദം ഒരു കിഡിലൻ സൂപ്പർ എപ്പിസോഡാണ് കേട്ടോ. ചിരിച്ച് എന്താ പറയുക, ഒരു വഴിയാകുമെന്ന് പ്രേക്ഷകർ. അത്രയ്ക്കും അടിപൊളി എപ്പിസോഡാണ് ഗീതാ ഗോവിന്ദം. എന്താ പറയുക, തുടങ്ങിയ കാലം മുതൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച എപ്പിസോഡ് എന്ന് തന്നെ പറയാം. നമ്മുടെ ഗീതുവും വിജയലക്ഷ്മിയും ഒക്കെ നമ്മുടെ പ്രേക്ഷകരെ ചിരിപ്പിച്ച് ഒരു വഴിയാക്കുന്നുണ്ട്. എന്തായാലും എന്താ പറയുക, ഗീതുവിൻ്റെ ഒരു പ്ലാൻ അത് വർക്കൗട്ട് ആകുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്താ പറയുക, സുവർണ അതൊക്കെ നമ്മുടെ ഫോണിൽ ക്യാമറയിൽ ഇങ്ങനെ പകർത്തുന്നുമുണ്ട് ഗീതുവിൻ്റെ ആ ഒരു കള്ളക്കളികൾ മൊത്തം. അപ്പോൾ ഇത് പിന്നീട് നമ്മുടെ ഗോവിന്ദ് അറിയുമ്പോൾ എന്താകും എന്നുള്ള സ്ഥിതിയൊക്കെ തന്നെയായിട്ട് നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഗീതു പ്ലാൻ ചെയ്ത പോലെയൊക്കെ തന്നെ നമ്മുടെ ഗോവിന്ദിനെ നമ്മുടെ ചെമ്പകശ്ശേരിയിലേക്ക് വരുത്തുന്നുണ്ട്. ശേഷം നമ്മുടെ രഞ്ജു പറയുന്നുണ്ട്, ഗീതുവാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, നീ എന്നാ എൻ്റെ ഒപ്പം ഇങ്ങോട്ട് വാ. ഗീതുവിനെ കുറേയൊക്കെ പറയുന്നുണ്ട് കേട്ടോ, അസുരവിത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗീതു ഇതൊക്കെ കേട്ടിട്ട് അസുരനെ വിളിച്ചത് എൻ്റെ അച്ഛനെയാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിജയലക്ഷ്മിയോട് ഇങ്ങനെ കോമഡിയിലൊക്കെ പറയുന്നത് ഭയങ്കര രസമാട്ടോ. നല്ല അടിപൊളി എന്താ പറയുക, ഭയങ്കര കോമഡി ആയിട്ടുണ്ട് അതൊക്കെ. പിന്നീട് നമ്മുടെ അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ നമ്മുടെ രഞ്ജുവിനെ വലിച്ചടിച്ച് ഇങ്ങനെ കാറിലോട്ട് കയറ്റാൻ പോകുമ്പോൾ നമ്മുടെ വിജയലക്ഷ്മിയുടെ അഭിനയം തുടങ്ങുക. സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ. അതേ നമ്മുടെ വിജയലക്ഷ്മി, പോകരുത്, നീ ആരാണ് കൊണ്ടുപോകാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിജയലക്ഷ്മി തകർത്ത് അഭിനയിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇടക്ക് വെച്ച് നമ്മുടെ കൈവിട്ട് പോകാറായി, നമ്മുടെ രഞ്ജുവിനെ ഏകദേശം കൊണ്ടുപോകാറായ അവസ്ഥയിൽ നമ്മുടെ ഗീതുവിനാണെങ്കിൽ നമ്മുടെ അച്ചാസിക്കാടെ കാറിലോട്ട് കയറാനും പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഫുൾ മതിൽക്കെട്ട്, നല്ല കൂറ്റൻ മതിൽക്കെട്ടാണ്. ഗീതുവിനത് ചാടി പുറത്തു പോകാനൊന്നും പറ്റുന്നതേ ഇല്ല. അപ്പോൾ ഗീതു അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഭാഗ്യത്തിന് ആ ഒരു കറക്റ്റ് സമയത്ത് നമ്മുടെ അജാസിക്ക ധ്യാനം കൊണ്ട് വരികയും ആ ഒരു കാറിലേക്ക് നമ്മുടെ എന്താ പറയുക ഗോവിന്ദ് കാണാതെ തന്നെ നമ്മുടെ ഗീതുവിന് അതിലോട്ട് കയറാനും പറ്റുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ ധ്യാനം ഇങ്ങനെ വന്ന് നമ്മുടെ ഗോവിന്ദിനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഗോവിന്ദിൻ്റെ കണ്ണിൽ പെടാതെ നമ്മുടെ ഗീതു ജാസിക്കയുടെ കാറിലേക്ക് ചെന്ന് കയറുന്നുണ്ട്. അപ്പം നമ്മുടെ ഗീതു വന്നിട്ട് ആരും ഒന്നും അറിയാത്ത പോലെ കാറിൽ നിന്നൊക്കെ ഇറങ്ങി ഭയങ്കര ഷോ ഇട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം എന്നിട്ട് നമ്മുടെ രഞ്ജു പറയുന്നുണ്ട്, ഗീതു എനിക്ക് ജീവിതം തന്നത് വളരെയേറെ നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഗീതുവിൻ്റെ അടുത്ത് നമ്മുടെ ഗോവിന്ദിൻ്റെ അടുത്ത് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട്, ഞാനിങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ജീവിതം കൊടുക്കലാണ്, എൻ്റെ അതൊരു ഹോബി ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് സൂപ്പറാട്ടോ, അടിപൊളി കോമഡി, ഭയങ്കര രസമാണ്. ചിരിച്ച് എന്താ പറയുക, ഒരു വഴിയാകും ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട്. അപ്പോൾ എന്തായാലും ആ ഒരു മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ. ലാസ്റ്റ് ഗോവിന്ദ് പറയുന്നുണ്ട്, നിന്നെ എനിക്കൊന്ന് കാണണമെന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കയ്യൊക്കെ ചുരുട്ടി ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ടൊക്കെയുള്ള ഒരു കാട്ടായൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ഗീതവും പറയുന്നുണ്ടോ, കാണണമല്ലേ, ഇപ്പം തന്നെ വേണോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്താട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഒരു കിട്ടിലൻ എപ്പിസോഡ് തന്നെയാണ് ഇന്ന് പ്രേക്ഷകർക്ക് നമ്മുടെ ഗീതാ ഗോവിന്ദം തരാൻ പോകുന്നത്. അപ്പം ഇനി എന്തായാലും പോകെ നമ്മുടെ ഗോവിന്ദിൻ്റെ മനസ്സ് മാറുമോ? നമ്മുടെ പെങ്ങൾ ഓൾറെഡി അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ ഇനി നമ്മുടെ ഗോവിന്ദൻ കൂടി അങ്ങോട്ട് നമ്മുടെ അമ്മയിലേക്ക് ചാഞ്ഞാൽ പിന്നെ സൂപ്പർ എപ്പിസോഡുകളാകും ഇനി വരാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും ഗുഡ് ബൈ.